ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്നാണ് ആ ദിവസം. എൻ്റെ പിറന്നാൾ ദിനം. ആദ്യം തന്നെ മൂപ്പരോട് നന്ദി പറയട്ടെ, എൻ്റെ പടച്ച റബ്ബിനോട്. അൽഹംദുലില്ലാ, മൂപ്പരല്ലേ നമ്മളെ ഇങ്ങനെയൊക്കെ ജീവിപ്പിക്കുന്നത്. എപ്പോഴത്തെയും പോലെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് നേരെ കുളിച്ച് ഫ്രഷ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര നല്ലൊരു ഡ്രസ്സ് തയ്ച്ച് കിട്ടുന്നത്. തയ്ക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇതുപോലത്തെ പെർഫെക്ഷൻ കിട്ടാറില്ല. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി ഒരു വാക്ക് പറഞ്ഞപ്പോൾ അടുത്ത വണ്ടി വിളിച്ച് വന്ന് എന്നെ എത്ര സുന്ദരിയാക്കി തന്നു. കുറേ ഫോട്ടോസ് എടുത്തു. വീട്ടിൽ ആരും ഇല്ലായിരുന്നു, ലീവില്ലായിരുന്നു. സോ ഞാനും കൂടെ പോയി കേക്കിന് ഓർഡേഴ്സൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വൈകുന്നേരം ആയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും കുറേ സർപ്രൈസ് കേട്ട് എൻ്റെ അടുത്ത് വന്നു. ഇവന് ഞാൻ പേരും ഇട്ടു. ഇബ്രു എന്നാണ് ഇവൻ്റെ പേര്. ഇബ്രാഹിം എന്നുള്ള പേരിനോട് എന്തോ ഒരു കമ്പമാണ്. പക്ഷെ എൻ്റെ വലിയപ്പാടെ, അതായത് എൻ്റെ വാപ്പാടെ പേര് ഇബ്രാഹിം കുട്ടി എന്നാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഞങ്ങൾ തമ്മിൽ നല്ല ടേംസിലായിരുന്നു. എൻ്റെ അനിയത്തിക്കുട്ടി ഈ ക്യൂട്ടായിട്ടുള്ളൊരു ടീ കപ്പ് എനിക്ക് ഗിഫ്റ്റ് തന്നു, ഡക്ലിങ്ങിൻ്റെ ക്യൂട്ടായിട്ടുള്ള. അതുപോലെ തന്നെയാണ് എപ്പോഴും ഞാൻ ഡയറിയൊക്കെ എഴുതുന്ന സ്വഭാവമുണ്ട്. കിച്ചണിൽ എന്തോ വർക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് ഡയറി ആയിട്ടാണ് ഞാൻ നടക്കാറുള്ളത്. എന്തോ എഴുതി വെച്ചപ്പോൾ അവൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് കണ്ടു. എനിക്ക് ഡയറി ഇല്ലായിരുന്നു. അവളെനിക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ജേർണലിങ് ഡയറിയാണ്, പക്ഷേ പല യൂസ് ഉണ്ട് ഇതിന്. എനിക്ക് മേടിച്ചു തന്നു. ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. അവൾ ആ കുഞ്ഞുകാരെ ശ്രദ്ധിച്ചിട്ട് ഓർത്ത് മേടിച്ച് തന്നല്ലോ എന്ന്. അത്ര ഹാപ്പിയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാർ ഒന്നും നോക്കാതെ നീ അത് എടുത്തോടി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമ്മൽ ഗിഫ്റ്റ് ചെയ്തു ഗൈസ്. സത്യം പറയട്ടെ, ആ കമ്മലിൻ്റെ വില കേട്ടിട്ട്, റേറ്റ് കേട്ടിട്ട് ഞാൻ തല കറങ്ങിപ്പോയി. അത്രയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി കമ്മലാട്ടോ, കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല ക്വാളിറ്റിയിൽ. എപ്പോഴത്തെ പോലെ കേക്ക് മുറിയിലേക്ക് കടന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും, എനിക്ക് മാത്രം എന്താണ് റബ്ബെ ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റാത്ത, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഇന്ന് 25 വയസ്സ് തികഞ്ഞു. സത്യമോടോ, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ ആഗ്രഹം സത്യമുള്ളതാണെങ്കിൽ, നമ്മൾ മനസ്സിൽ നന്മയുള്ളവരാണെങ്കിൽ റബ്ബ് എന്നാണെങ്കിലും നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച് തരും. അതുപോലെ തന്നെ നമ്മൾ റബ്ബിനോട് നന്ദിയുള്ളവരായിട്ട് മാറണം കേട്ടോ. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യത്തെ എൻ്റെ പിറന്നാൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ച രീതിയിലും ആകട്ടെ എന്ന് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ നമ്മൾ എല്ലാവരും കൂടി മന്തിയൊക്കെ ഓർഡർ ചെയ്തു. എല്ലാവരുടെയും ഫേവറേറ്റ് കേട്ടോ മന്തി. കഴിച്ചു. അപ്പം ഇന്നത്തെ ദിവസം അവസാനിപ്പിച്ചു.